നിങ്ങളുടെ എമർജൻസി ഫണ്ട് ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ടിലാണോ കിടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ പൈസ ഓരോ മാസവും സ്ട്രിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചുമ്മാ പറയുന്നതല്ല, ഇതാണ് റിയാലിറ്റി. എന്നെപ്പോലെ ഒരു കോർപ്പറേറ്റ് എംപ്ലോയി ആണെങ്കിൽ എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു എമൗണ്ട് സാലറി ആയിട്ട് വരുന്നുണ്ടാകും. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്സും ജിമ്മും ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സാലറിയുടെ ഒരു പോർഷൻ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ടാകും. കുറച്ച് പൈസ എമർജൻസി ഫണ്ടിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ടാകും. അപ്പോൾ എൻ്റെ എമർജൻസി ഫണ്ട് സേവിങ്സ് അക്കൗണ്ടിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അപ്പോൾ സേവിങ്സ് അക്കൗണ്ട് തരുന്ന ആവറേജ് റിട്ടേൺസ് പറഞ്ഞാൽ അത് 3% ആണ്. ഇപ്പോൾ നിങ്ങൾ സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ് എടുത്തു കഴിഞ്ഞാൽ അവർ 8% റിട്ടേൺസ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാലൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഇൻഫ്ലേഷൻ റേറ്റ് നമ്മൾ മുമ്പത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ള പോലെ 6% ആണ്. അത് നിങ്ങളുടെ എമർജൻസി ഫണ്ട് നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിലാണ് ഇട്ട് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പൈസ ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ്, എന്തുകൊണ്ട് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആകുന്നു, ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് വഴി ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് കാണാനായിട്ട് പോകുന്നത്. എന്താണ് എമർജൻസി ഫണ്ടിൻ്റെ പണി എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് നോക്കാം. ബേസിക്കലി സേഫ് ആയിരിക്കണം, നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം, പിന്നെ ചെറിയ രീതിക്കൊരു ഗ്രോത്ത് ഉണ്ടാവണം. സേവിങ്സ് അക്കൗണ്ടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം സേഫാണ്, ലിക്വിഡിറ്റി ഉണ്ട്, പക്ഷേ ഗ്രോത്ത് ഉണ്ടോ? ഇല്ല, ഓൾമോസ്റ്റ് 0 ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പം ഈ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനായിട്ടാണ് നമ്മൾ ലിക്വിഡ് ഫണ്ട്സിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഈ ലിക്വിഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡെപ്റ്റ് ഫണ്ട്സ് ആണ്. അതായത് ഈ ഒരു ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ട്രഷറി ബിൽസിലും കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിലും എല്ലാം ആണ്. അപ്പോൾ ഈ ട്രഷറി ബിൽസിൻ്റെ എല്ലാം മെച്യൂരിറ്റി പീരീഡ് വരുന്നത് 91 days ആണ്. അതായത് 91 daysന് ശേഷം നിങ്ങൾക്ക് റിട്ടേൺ കിട്ടി തുടങ്ങും. ഇനിയിപ്പോൾ നിങ്ങൾ 91 daysന് ശേഷവും ഈ ഒരു ഫണ്ട് ഹോൾഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫണ്ട് മാനേജർ ഈ ഒരു ഫണ്ടിനെ, നിങ്ങൾക്ക് കിട്ടിയ റിട്ടേൺസിനെ പുതിയൊരു ട്രഷറി ബിൽസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആ ട്രഷറി ബിൽസിൻ്റെയും മെച്യൂരിറ്റി പീരീഡ് 91 days ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഗവൺമെൻറ് ട്രഷറി ബിൽസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസ്ക് വളരെ കുറവാണ്. നിങ്ങൾ ഇക്വിറ്റി മാർക്കറ്റ്സിൽ ക്രാഷ് വരുന്ന സമയത്ത് നിങ്ങളുടെ പൈസ 50,000 നിന്ന് 30,000 പോകുന്ന സിറ്റുവേഷനൊന്നും ഇവിടെ വരുന്നില്ല. അങ്ങനെ സേഫായിട്ട് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി ഇയർലി നിങ്ങൾക്ക് 6 to 8% റിട്ടേൺസ് എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ലിക്വിഡ് ഫണ്ട്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. സോ ഒന്നാമതാണ് റിഡംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിനെ നിങ്ങൾക്ക് വെറും 24 hours തന്നെ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചില ആപ്സ് യൂസ് ചെയ്തുകൊണ്ട് 50,000 രൂപ വരെ ഇൻസ്റ്റൻറ്റ് വിഡ്രോവലും പോസിബിൾ ആണ്. ലോക്ക് ഇൻ പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് മാറ്റാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലിക്വിഡ് ഫണ്ട് വാങ്ങി 7 ദിവസത്തിനുള്ളിലാണ് വിഡ്രോ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ വളരെ ചെറിയ ചാർജസ് ഇവർ ഈടാക്കുന്നുണ്ടാകും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തേക്കാം. അടുത്താണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വെറും 100 രൂപ മുതൽ നിങ്ങൾക്ക് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. അപ്പോൾ AI ടൂൾസ് വെച്ച് നമ്മൾ നമ്മുടെ ഓഫീസ് വർക്ക്സ് സിംപ്ലിഫൈ ചെയ്യുന്ന പോലെ തന്നെ ലിക്വിഡ് ഫണ്ട്സ് യൂസ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ എമർജൻസി ഫണ്ടിനെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യിക്കാനായിട്ട് പറ്റും. അതും എക്സ്ട്രാ എഫേർട്ട് ഒന്നും ഇല്ലാതെ തന്നെ. ഇനി ലിക്വിഡ് ഫണ്ട്സിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാമെന്ന് നോക്കാം. ലിക്വിഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ബ്രോക്കർ അക്കൗണ്ട് ആവശ്യമാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി ഗ്രോയും സെറോദയുടെ കോയിനുമാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് പോകുന്നത്, നിങ്ങൾക്കൊരു അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സെറോദയുടെയും ഗ്രോയുടെയും അക്കൗണ്ട് തുടങ്ങാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങി KYC വെരിഫിക്കേഷനും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലിക്വിഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. സോ ഗ്രോയുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ലിക്വിഡ് ഫണ്ട്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ലിസ്റ്റ് ഓഫ് ഫണ്ട്സ് കാണാനായിട്ട് പറ്റും. സോ ഇതിൽ എക്സ്പെൻസ് റേഷ്യോ ഏറ്റവും കുറവുള്ളതും കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺസ് തന്നിട്ടുമായിട്ടുള്ള ലിക്വിഡ് ഫണ്ട്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടുള്ള കുറച്ച് ഫണ്ട്സ് ആണ് കാണിക്കുന്നത്. ലിക്വിഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യകത ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്കൊരു സിമ്പിൾ ടാസ്ക് തരാം. നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇൻ കേസ് ഈ മാസത്തെ എക്സ്പെൻസസ് പോയിട്ട് എക്സ്ട്രാ ഫണ്ട്സ് കിടപ്പുണ്ടെങ്കിൽ അതിനെ ഒരു ലിക്വിഡ് ഫണ്ട്സിലോട്ട് ഇട്ടു. നിങ്ങളുടെ എമർജൻസി ഫണ്ട് സേവിങ്സിൽ മാത്രം സൂക്ഷിക്കുന്ന കൊളീഗ് ഉണ്ടെങ്കിൽ പുള്ളിക്ക് ഈ ഒരു വീഡിയോ അയച്ചും കൊടുത്തോ. എല്ലാ ആഴ്ചയിലും ഇതുപോലെ എന്നെ ഗ്രോ ചെയ്യിക്കാൻ സഹായിച്ച സിസ്റ്റംസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരു കോർപ്പറേറ്റ് എംപ്ലോയി എന്നുള്ള രീതിക്ക് എനിക്ക് എന്തൊക്കെ വർക്കായില്ല എന്ന് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് കാണാം.